ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണില്ലേ? നമ്മൾ ഈ ഒരു സാരി ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അതിൻ്റെ താഴെ വന്നിട്ടുള്ളൊരു കമൻറ്റാണ് കേട്ടോ അത്. ബ്ലൗസ് കോൺട്രാസ്റ്റ് കളറാക്കിയിരുന്നെങ്കിൽ പൊളിച്ചേനേന്ന്. എന്നാൽ പിന്നെ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ഇതെൻ്റെ കയ്യിലുള്ള പഴയൊരു പാവാടയാണേ. ഇതുകൊണ്ട് നമുക്കൊരു ബ്ലൗസ് ഉണ്ടാക്കാം. ആ പാവാടയുടെ ചെറിയൊരു ഭാഗം മാത്രം മതി കേട്ടോ ബ്ലൗസിന്. പിന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വീണ്ടും കൈത്തയ്യലായിട്ടാണ് ഇത് ചെയ്യാൻ പോണത്. കാരണം വേറൊന്നുമല്ല, എനിക്കിവിടെ തയ്യൽ മെഷീൻ ഇല്ല. അപ്പം നിങ്ങൾക്കൊരു സംശയം തോന്നും, ഇതിനു മുമ്പ് മെഷീനിൽ തയ്ക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ എന്ന്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ആ മെഷീനും ഞാനും ഒരുമിച്ചല്ല താമസം. നമ്മൾ പെണ്ണുങ്ങൾക്ക് രണ്ട് വീടില്ലേ? ഒന്ന് നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ സ്വന്തം വീട്, പിന്നെ നമ്മളിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഭർത്താവിൻ്റെ വീട്. ആ മെഷീനുള്ളത് ഞാൻ ആദ്യം പറഞ്ഞ വീട്ടിലാണ്, ഞാനുള്ളത് രണ്ടാമത് പറഞ്ഞ വീട്ടിലും. ഇടയ്ക്കൊക്കെ വീട്ടിൽ നിൽക്കാൻ പോകുമ്പോൾ എടുക്കുന്ന വീഡിയോസിലാണ് എൻ്റെ ആ പ്രിയപ്പെട്ട തയ്യൽ മെഷീൻ ഉള്ളത്. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, എന്നാൽ പിന്നെ ആ മെഷീൻ ഇങ്ങോട്ട് കൊണ്ടുവന്നൂടെ? സത്യം പറഞ്ഞാൽ എനിക്കതിന് മനസ്സ് വരാഞ്ഞിട്ടാട്ടോ. എന്നെ കൂടാതെ അതിനവിടെ വേറെ ആവശ്യക്കാരുണ്ട്. പലപ്പോഴും എന്നെക്കാൾ മനോഹരമായിട്ട് അവരത് ഉപയോഗിച്ചിട്ടുമുണ്ട്. ഞാൻ 6-ലോ 7-ലോ പഠിക്കുമ്പോഴാണ് അമ്മായി പുതിയ തയ്യൽ മെഷീൻ വാങ്ങിയത്. അപ്പോൾ അമ്മായി ഉപയോഗിച്ചിരുന്ന പഴയ മെഷീൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടു. പിന്നീട് എപ്പോഴൊക്കെയോ ഓരോന്നോരോന്നായിട്ട് ഞങ്ങളും പഠിച്ചെടുത്തു. അമ്മായി തന്നെ ഗുരു. 2-3 തവണ പല മേജർ ഓപ്പറേഷൻസ് നടത്തി പല ഭാഗങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിലും ദൈവം സഹായിച്ച് പണിയെടുക്കാനുള്ള ആരോഗ്യത്തിന് തയ്യൽ മെഷീൻ ഒരു കുറവുമില്ല. എന്നുവെച്ച് അമ്മായി വക കുടുംബസ്വത്തായിട്ട് കിട്ടിയൊരു പ്രോപ്പർട്ടി എനിക്ക് വേണ്ടി മാത്രമായിട്ട് കൊണ്ടുവരുന്നത് ആലോചിക്കുമ്പോൾ എന്തോ ഒരു സുഖമില്ല. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ കൈകൊണ്ട് തുന്നാനുള്ള തീരുമാനത്തിൻ്റെ കാരണം മെഷീൻ ഇല്ലാത്തത് മാത്രമല്ല കേട്ടോ, ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് കൂടിയാണ്. ജോലിയും കൂലിയില്ലാതെ വീട്ടിലിരിക്കുന്ന ഈ സമയത്ത് ഞാൻ ഏറ്റവും എൻജോയ് ചെയ്യുന്ന കാര്യം ഈ തുണിവെട്ടലും തുന്നലും ഒക്കെ തന്നെയാണ്. ചിക്കുവിൻ്റെ കാര്യങ്ങളും വീട്ടിലെ ജോലികളും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കാവുന്ന സമയത്ത് ഏറ്റവും ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. കഥ പറഞ്ഞ് നമ്മൾ മാട്രീന്നേ പോയി. ഈ പരിപാടിക്ക് നമ്മൾ മെഷർമെൻറ്റ് ടേപ്പ് ഉപയോഗിക്കുന്നേ ഇല്ല. പഴയൊരു ബ്ലൗസ് വെച്ചിട്ടാണ് അളവെടുത്തത് മുഴുവൻ. മാർക്ക് ചെയ്യാൻ ചോക്ക് തന്നെ വേണമെന്നില്ല, ചിക്കുൻ്റെ ക്രയോൺസ് ആയാലും മതി. കുറച്ചുകൂടെ ഭംഗിയുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് നിങ്ങളിത് കാണിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ തൽക്കാലം ഉള്ള സൗകര്യങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേ നിവൃത്തിയുള്ളൂ. ഇതൊരു സ്റ്റിച്ചിങ് ട്യൂട്ടോറിയലൊന്നുമല്ല, എന്നാലും പ്രൊഫഷണൽ ടൈലറിങ്ങിൻ്റെ യാതൊരു സാങ്കേതികവിദ്യയും ഉപയോഗിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഏതൊരാൾക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ പഴയൊരു ബ്ലൗസിൻ്റെ ഷേപ്പും കഴുത്തും ഷോൾഡറും കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുത്ത ശേഷം കുറച്ചധികം തുണി പുറത്തേക്ക് ഇട്ടിട്ട് വെട്ടിയെടുക്കണം. എന്നിട്ട് ഇതുപോലെ കഴുത്തിൻ്റെ ഷേപ്പിനനുസരിച്ച് ഒരു പീസ് വെട്ടിയെടുത്ത് അത് ഉള്ളിലേക്ക് മടക്കി തയ്ക്കണം. നൂല് പെട്ടെന്ന് പൊട്ടിപ്പോരാത്ത നല്ല ഉറപ്പുള്ളൊരു രീതിയിൽ വേണം തുന്നാൻ. ഓരോ തുന്നലിനും ഓരോ പേരൊക്കെ ഇല്ലേ? എനിക്കതൊന്നും അറിയില്ല, പക്ഷേ പെട്ടെന്ന് പൊട്ടിപ്പോരില്ല എന്ന് എനിക്ക് തോന്നിയൊരു രീതിയിൽ ഞാനത് തുന്നിയെടുത്തിട്ടുണ്ട്. എങ്കിൽ മാത്രമല്ലേ നമുക്കിത് പുറത്തൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുള്ളൂ. ഒരു സൈഡിൽ ഇങ്ങനെ ചെറിയൊരു കുത്തും മറ്റേ സൈഡിലിതാ ഇങ്ങനെ നീണ്ടൊരു വരയും വരുന്ന രീതിയിലാണ് ഞാൻ തുന്നിയെടുത്തത് കേട്ടോ. പുതിയൊരു തയ്യൽ മെഷീൻ വാങ്ങണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. പക്ഷേ എന്തോ അങ്ങോട്ട് ശരിയാവുന്നില്ല. എന്നും പറഞ്ഞ് വെറുതെ ഇരിക്കണ്ടല്ലോ, നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നിങ്ങൾക്കും ഇതുപോലെ ഫ്രീ ടൈം കിട്ടുന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഇതുപോലെ ചെയ്ത് നോക്കാട്ടോ. അളവെടുക്കുകയോ കണക്ക് കൂട്ടുകയോ ഒന്നും ചെയ്യുന്നില്ല, സിമ്പിളായിട്ട് വരയ്ക്കുക, വെട്ടുക, തുന്നുക, അത്രയേ ഉള്ളൂ. പിന്നെ മനസ്സിലൊരു ഇഷ്ടത്തോടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് ഇതൊരു മെനക്കെട്ട പണിയായിരിക്കും. ചിലപ്പോൾ കയ്യിൽ സൂചി കൊള്ളും, തൊലി പൊളിയും, ചോര വരും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ദാ ഫ്രണ്ടിലെ കഴുത്തിങ്ങനെ വൃത്തിയായി തുന്നിയെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ അധികം ഇറക്കി വെട്ടിയിട്ടില്ല കേട്ടോ, കാരണം ഇത് സാരിക്ക് ബ്ലൗസായിട്ട് മാത്രമല്ല സ്കേർട്ടിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇതിങ്ങനെ അകത്തേക്കാക്കിയിട്ട് മടക്കി തുന്നിയെടുക്കണം. അതിനു മുമ്പ് നമ്മൾ തുന്നിയ നൂല് പൊട്ടാതെ തയ്യൽ തുമ്പിൻ്റെ ഭാഗം ചെറുതായി കട്ട് ചെയ്തെടുക്കണം. എന്നാലേ അത് മടക്കുമ്പോൾ വൃത്തി ഉണ്ടാവുള്ളൂ. ബാക്കിലെ കഴുത്തതാ ഈ ഷേപ്പിലാണ് വെട്ടിയിട്ടുള്ളത്. അതും ഇതുപോലെ തന്നെ
പീസ് വെച്ച് തുന്നിയിട്ട് ഉള്ളിലേക്ക് മടക്കി വൃത്തിയിൽ തയ്ച്ചെടുക്കണം. പുറത്തേക്ക് കാണുന്ന തയ്യൽ ചെറിയ ഡോട്ട് ഡോട്ട് വരുന്ന രീതിയിൽ മാത്രമേ തുന്നാൻ പാടുള്ളൂ. പിന്നെ ബ്ലൗസിൻ്റെ ഹുക്ക് വരുന്ന ഭാഗത്ത് ഇതുപോലെ ചെറിയൊരു പീസ് വെച്ചിട്ട് കഴുത്ത് ചെയ്ത പോലെ തന്നെ ഉള്ളിലേക്ക് മടക്കി തുന്നി വയ്ക്കണം. അതിൻ്റെ ഇടയിൽ ഇതാ വേറൊരാൾ ഇവിടെ എന്തോ പണിയെടുക്കുന്നുണ്ടേ. പേപ്പർ വെട്ടി ഒരു ചെറിയ ബാഗാണ് ഉണ്ടാക്കിയത് കേട്ടോ. അതവിടെ നടക്കട്ടെ, നമുക്ക് നമ്മുടെ പണിയിലേക്ക് തിരിച്ചു വരാം. പ്രിൻസസ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ പഴയ ബ്ലൗസ് തന്നെ വെച്ചിട്ട് അതിൻ്റെ ആ കപ്പിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗമില്ലേ, അത് ശരിക്കൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഷോൾഡറിൻ്റെ താഴെ വരുന്ന ആ ഭാഗവും അതുപോലെ ഏറ്റവും താഴെ വരുന്ന ആ ഒരു സ്റ്റിച്ചിൻ്റെ ഭാഗവും കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒരു കർവ് വരച്ചിട്ട് ക്ലിയർ ആയിട്ട് വെട്ടിയെടുക്കണം. ഇനി ബ്ലൗസിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഈ ഭാഗത്ത് അളവൊന്നും എടുത്തിട്ടില്ല, നമ്മുടെ ഒരു ചെറുവിരലിൻ്റെ അത്രയും നീളം എടുത്തിട്ട് അത് മേലേക്ക് ഇങ്ങനെ ഒരു വര വരച്ചിട്ട് ആ ഭാഗം നമ്മൾ വെട്ടിക്കളയണം. ഇനി ഇത് ഇങ്ങനെ തുന്നിയെടുക്കാം. അങ്ങനെതാ നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ പണി കഴിഞ്ഞു. കുനിഞ്ഞിരുന്ന് നടുവേദനിച്ചപ്പോൾ ഞാൻ എൻ്റെ പൊസിഷനൊന്ന് മാറ്റിയിട്ടുണ്ടേ. ഇനി ഫ്രണ്ടും ബാക്കും കൂടെ ഷോൾഡറിൽ വെച്ച് കൂട്ടി യോജിപ്പിക്കാം. ഈ ബ്ലൗസ് ആ സാരിക്ക് ചേരുന്നുണ്ടോ എന്നതിനേക്കാളും എനിക്കിത് എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കണം എന്നായിരുന്നു ചിന്ത. ഇതാരാ, കള്ളിയങ്കാട്ട് നീലിയോ? ഒരു കാൽഭാഗം നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിലും സ്കേർട്ട് ഇപ്പോഴും അങ്ങനെ തന്നെ ഉപയോഗിക്കാം കേട്ടോ. ക്യാമറയുടെ മുന്നിലെത്തുമ്പോൾ പണ്ടേ കോൺഫിഡൻസ് ഇല്ലാത്ത ആളായതുകൊണ്ട് പോസിംഗ് ഒക്കെ ശോകമായിരിക്കും. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഫോട്ടോഷൂട്ട് കൊളായി എന്നൊരു കാരണം കൊണ്ട് മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ. കൈകൊണ്ട് തുന്നിയ ബ്ലൗസിൻ്റെ ക്വാളിറ്റി മാത്രം നോക്കിയാൽ മതി. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണേ.